രേഖകൾ സമർപ്പിക്കണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുടങ്ങും. നിലവിൽ ലഭിക്കുന്ന 2000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുക. അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ APL BPL വ്യത്യാസമില്ലാതെ 5000 രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ്, പുതിയ പദ്ധതി. വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. സംസ്ഥാനത്തെ 2.5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ധനവകുപ്പിൻ്റെ കണ്ടെത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂൺ മാസം 30-ാം തീയതിയാണ് ഈ രേഖ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. എല്ലാവരും സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെയും ഒരിക്കൽ പോലും നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു രേഖ നൽകേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂൺ മാസം 30 അപ്പോൾ തീർച്ചയായും ഈ ഒരു തീയതിക്കുള്ളിൽ രേഖ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തുക പിന്നീടുള്ള മാസങ്ങളിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് നടത്താറുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ, അതായത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു പെൻഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിക്കുന്ന തീയതികളിൽ നിങ്ങൾ തീർച്ചയായും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന മാസങ്ങളിലെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതായത് സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ ഈ ഒരു പട്ടികയിൽ നിന്ന് തന്നെ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നീട് എപ്പോഴാണോ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷനാണ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുക. മസ്റ്ററിങ്ങിന് മുൻപുള്ള പെൻഷൻ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുകയുമില്ല. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 5000 രൂപ വരെ APL BPL വ്യത്യാസമില്ലാതെ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കണം. അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള വിജിലൻസിൻ്റെ പുതിയ ഒരു കർമ്മ പദ്ധതിയാണ് പ്രൊജക്റ്റ് സീറോ എന്നുള്ളൊരു പദ്ധതി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. അഴിമതി ഇല്ലാതെ സേവനം ലഭ്യമാക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണെന്ന ബോധ്യത്തോടെയാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ ദൃശ്യങ്ങളായി പകർത്തി വിജിലൻസിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥരെയും സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല എന്നും മന്ത്രി അറിയിച്ചു. വിവരം നൽകുന്ന ആളുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. 1969 വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുമെന്നും മിന്നൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും അഴിമതി മുക്തമായ ഒരു കേരളത്തിനായി ഒരുമിച്ച് നിൽക്കാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.